ആ ഒരു ഫിയറിനെ, ഏത് ഫിയർ ആണെങ്കിലും, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് തലത്തിലുള്ള ഫിയർ ഉണ്ട്. ഈ ഫിയർ ഏത് തന്നെയാണെങ്കിലും അതിനൊക്കെ നോർമലായിട്ട് കാണാം. അതൊക്കെ ഫിയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫിയർ ചെയ്യാതിരിക്കുക, അതിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ ഓക്കെ ആക്കാനും നോർമൽ ആക്കാനും പറ്റും. അപ്പോൾ ആദ്യം ഇതൊക്കെ എന്തോ ഞാനൊന്ന് ഒന്നിനെ കൊള്ളില്ല എന്നുള്ള രീതിയിൽ നമ്മൾ താഴ്ത്തി കെട്ടാതെ നമ്മൾ ഏത് ഇമോഷൻ ആണെങ്കിലും, ഇപ്പൊ ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം വരും. ഈ ദേഷ്യം വരുമ്പോൾ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ആകെ ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ദേഷ്യം പിടിക്കും. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ദുനിയാവിൽ വേറൊരാൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഏത് ഇമോഷനിൽ പോയാലും, ഏത് സിറ്റുവേഷനിൽ നമ്മൾ എത്തിയാലും, ഇനി എത്ര ഫിയർ ഉള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മളെ ചേർത്ത് നിർത്തേണ്ടതും നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കേണ്ടത്, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ഒക്കെ നമ്മളാ. അത് മനുഷ്യന്മാർക്കിടയിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കലായിരിക്കണം. അപ്പൊ ഇൻഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫിയർ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഫിയർ, അല്ലേ? നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ഫിയർ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ ഓടുമ്പോൾ, അങ്ങനെ വീടിന്റെ ഉള്ളിൽ പോലും നമുക്ക് ഫിയർ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ് നമ്മുടെ ഭവനം എന്ന് പറഞ്ഞാൽ പോലും അവിടെയും നമ്മൾ പല കാര്യങ്ങളിൽ പേടിക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെ പറയാൻ പാടുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റി ആയിട്ടുള്ള ഫിയർ, നമ്മുടെ ഭർത്താവിന്റെ മാതാപിതാക്കള്, അവരെ ഫിയർ ആയിട്ടുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള ഫിയർ കാര്യങ്ങളുണ്ടാവും. ഇനി പുറത്ത് ജോലിക്കൊക്കെ പോകുന്ന ആളാണെങ്കിൽ അവിടുത്തെ ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഫിയർ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫിയർ വരുമ്പോൾ നമ്മൾ ഈ ഫിയറിനെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ഫിയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഫിയർ ഉണ്ടാവും. അപ്പോൾ ഈ ഫിയർ ഉണ്ടാകുമ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഫിയറിനെ ഫിയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഓ എനിക്ക് ഫിയർ ഉണ്ടാവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എന്ത് ചെയ്യും, അതിനൊരു ഫിയർ ആയിട്ട് എടുക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫിയർ ആയിട്ട് ഒരു റൂമിൽ ജനല് വാതിലൊന്നും ഇല്ലാത്ത ഒരു റൂമിൽ അകപ്പെട്ട പോലെ ആ ഫിയർ നമ്മൾ എന്ത് ചെയ്യും, മാനേജ് ചെയ്തിരിക്കും. അതിനെ നമ്മൾ വഴി വെച്ച് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ശരിക്കും ഫിയർ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ഒരു എന്താ പറയാ, ഇപ്പോൾ നമ്മുടെ ചിലത് വെറുതെ ഉത്കണ്ഠ കൊണ്ടുണ്ടാവുന്ന ഫിയറുകളായിരിക്കും. ഇപ്പൊ മക്കള്, എനിക്കൊക്കെ ചെറിയ പഴയ സമയത്ത് ഒരുപാട് നാളുകൾക്ക് മുന്നേ എൻ്റെ മക്കൾ ഓടുമ്പോൾ, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഫിയറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴായിട്ട് അവരിങ്ങനെ ഓടിയിട്ടും കളിച്ചിട്ടും ഒക്കെ പലപ്പോഴും വീണിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നിൽ ഒരു ഫിയർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസ്, അതുപോലെ ന്യൂസ്, ഈ ചാനലിൽ നിന്നും അതിൽ നിന്നും ഇതെന്നൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ്, ഇതൊക്കെ ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അതായിരിക്കും ചിലപ്പോൾ ഒരു ഫിയർ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള പല എക്സ്പീരിയൻസ് ആണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, ഫിയർ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെ മനസ്സിലാക്കാം. ഇതൊരു ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു ഫിയർ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പതിയെ പതിയെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അത്രയ്ക്ക് ഡിസ്റ്റർബ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് അത് കളയുന്നതോടുകൂടി തന്നെ അതിന്റെ ആ ഒരു കാഠിന്യം കുറയാനും ഇതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കുറയാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഫിയറുകൾ ഉണ്ട്. അതോറിറ്റി ആയിട്ടുള്ള ഫിയർ, അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ, ഇപ്പോ ചില കുട്ടികൾ, ഇതിന് ഒരു അടുത്തൊരു കുട്ടി, ഒരു സിബ്ലിങ്സ് ഉണ്ടാവുമ്പോഴത്തേക്കും ഒരു ഫിയർ വരും. ഇനി എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകും. അതുപോലെ ഒരു മരുമകൾ വരുമ്പോൾ അമ്മായിമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഫിയർ. അതുപോലെ അങ്ങനെ പലതരത്തില് ഇപ്പോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗ്രേറ്റ് റിവാർഡ് കിട്ടുമ്പോൾ ഇനി എന്നോടുള്ള ഒരു സ്ഥാനം കുറയുമോ എന്നുള്ള, മൊത്തത്തിൽ കുട്ടികളിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ഒരു ഫിയർ കാര്യങ്ങൾ, ഒറ്റപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഞാൻ അവഗണിക്കപ്പെടുമോ, ഇങ്ങനെയുള്ള ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ പലതരത്തിലുള്ള ഫിയറുകളുണ്ട്, അല്ലെ? അപ്പോൾ ഇതിലെ പല ഫിയറുകളും നമ്മൾ അനുഭവിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നതുമാണ്, അല്ലെ? അപ്പോൾ ശരിക്കും ഈ ഒരു ഫിയർ വരുമ്പോൾ തന്നെ ഇതിനെ അനലൈസ് ചെയ്താലാ, ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഫിയർ ആയിരിക്കും. ഏഹ് എന്നിട്ട് ഈ ഒരു ഫിയർ മൂലം ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫിയറിനെയാണ് നമ്മൾ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. എന്തോ പരാജയപ്പെടുമോ, അതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഇപ്പോൾ ഒരു ആൾക്ക് ഒരു കാര്യം പെർഫോം ചെയ്യണമെന്നുണ്ട്, അയാൾക്ക് അത് നല്ല ഇഷ്ടമാണ്, പക്ഷെ അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഒരു മെയിൻ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഫിയറാണ്. ഇത് ഞാൻ പെർഫോം ചെയ്താൽ എന്താവും, എങ്ങനെയാകും എന്നുള്ള ഫിയറാവും. അല്ലെങ്കിൽ ഇനി മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനിപ്പോൾ ഇതിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ തെറ്റിപ്പോയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇല്ലെങ്കിൽ അവരെന്തായിരിക്കും കരുതുക എന്നുള്ള രീതിയിൽ ഉള്ള ഫിയർ ആയിരിക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള ഫിയർ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ പെർഫോം ചെയ്യാതിരുന്നാൽ, അവിടെ ആ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കാതിരുന്നാൽ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ലാക്ക് ഓഫ് സെൽഫ് ലവ്. നമുക്ക് എനിക്ക് ഒന്നിനും പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ട്രൈ ചെയ്തു, ഒന്ന് ബെസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്ര ആഗ്രഹമുള്ള കാര്യമാണ്, നമ്മുടെ ഫെയിലിയർ ആയി പോകുന്നുള്ള ഫിയറും, ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ അവിടെ പെർഫോം ചെയ്യാതിരുന്നാൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യമാണ് സെൽഫ് ലവ് നന്നായിട്ട് കുറയും. കാരണം നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. നമുക്ക് അത്രയും ആഗ്രഹമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽഫ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ തന്നെ അവിടെ മനസ്സിലാക്കുകയും നമ്മളുടെ സെൽഫ് ലവ് പറ്റി താഴോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിയറിനെ ഫേസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഉണ്ടാവുന്ന ഒരു കരുത്താണ് എന്ത്, ആ ഒരു സെൽഫ് കോൺഫിഡൻസ്. ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫിയറുകളെ നമ്മൾ ഫേസ് ചെയ്താണ് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫിയർ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ആളുകൾക്കുള്ള ഈ മരണത്തിന്റെയും ഒക്കെ പേടികൾ, ശരിക്കും നമ്മൾ ജീവിക്കുകയാണ്, നമുക്കറിയില്ല എന്നാണ് മരണം എന്നാണെന്നൊന്നും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആവശ്യമില്ലാതെ വറീഡായിട്ട് പേടിക്കാതൊക്കെ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ തലത്തിലുള്ള പേടികളെയും അത് ഇന്ന പേടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ അക്നോളജ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പലതരത്തിലുള്ള പേടികളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മൂലം നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾക്ക്, എനിക്കൊക്കെ പണ്ട് ഈ കുറെ നാളുകൾക്ക് മുന്നേ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഡോക്ടറിന്റെ അടുത്ത് പറയണം, അതൊരു അതോറിറ്റി ഫിയറാണ്. കാരണം ഡോക്ടറിന്റെ അടുത്ത് എന്ത് പറയും എന്നെനിക്ക്, കാരണം നമ്മളെക്കാൾ ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് എന്ത് പറയുന്ന, കുട്ടികളുടെ ഇന്ന ഇന്ന അസുഖങ്ങളാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന പ്രയാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു ഫിയറാണ്, എന്ത് പറയും, എങ്ങനെ പറയും, എന്തൊക്കെ ചോദിക്കും. പക്ഷെ അതൊന്നും ഒക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമുള്ളൂ. പക്ഷെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിന് മുന്നേ വല്ല എക്സ്പീരിയൻസോ കാര്യങ്ങളോ അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ ചിലതൊക്കെ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല. നമുക്ക് തന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇരുട്ടിനെ പേടി, അങ്ങോട്ട് തിരിയാൻ പേടി, ഇങ്ങോട്ട് തിരിയാൻ പേടി, അങ്ങനെ ഇതിന് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇപ്പൊ എന്റെ ആ ഒരു പേടി തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, ഇപ്പൊ ഞാൻ അതിന് മുന്നേ ചിലപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടൊന്നും ഉണ്ടായ ഒരു പേടിയല്ല അത്. അത് സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള, ഞാൻ എന്നെക്കാൾ ഉയരത്തിൽ വെച്ചിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ഒരാൾ, ആ ആളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ആ, എങ്ങനെ സംസാരിക്കും എന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു പേടിയാണിത്. അപ്പോൾ ഈ ഒരു പേടി നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. സാധാരണ രീതിയിൽ പോലും നമ്മളിപ്പോൾ പല കാര്യങ്ങൾ പെർഫോം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ഈ ഒരു പേടി നമ്മളിൽ വരുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ ചില ആളുകൾക്ക്, ഇപ്പോൾ നമ്മൾ വോട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ, ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഈ വോട്ടിംഗ് സംഭവത്തിലേക്ക് പോകാൻ നേരത്തെ ഒരു ഫിയർ വരും. അല്ലെങ്കിൽ ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പലപ്പോഴും പലതിനും ഒരാവശ്യമില്ല, നമുക്കറിയാം ഇപ്പൊ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഏഹ് അപ്പോ എന്താണ് ഇതിനൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും എവിടെ നിന്നോ ഒരു ഫിയർ വരുന്നു. ഈ ഒരു ഫിയർ വരുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ ഒരു നോർമലായിട്ട് കാണാം. നമുക്ക് ഈ ദുനിയാവിൽ എന്താ ഫിയർ ഇല്ലാതെ ഒന്നും ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിൽ വേണ്ടത് പ്രതീക്ഷയും അതോടൊപ്പം ഭയവുമാണ്. എങ്ങാനും എന്താ പറയാ, എന്നാലാണ് നമുക്ക് ആ ഒരു റാഹത്തിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ പല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനൊരു ബെസ്റ്റ് ആണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പോകുമ്പോൾ എനിക്ക് ഒരു എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്ന് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ എനിക്കും പല പോരായ്മകളുണ്ട്, ഞാൻ ഇനിയും റബ്ബിലേക്ക് അടുക്കാനുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ, എന്റെ ആഹാരം രക്ഷപ്പെടുമോ എന്നുള്ള ആ ഒരു പേടിയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി തഖ്വയിലും റാഹത്തിലും ഒക്കെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫിയർ എന്ന് പറയുന്നത് അതിനൊന്ന് പൂർണ്ണമായിട്ട് മാറ്റാനോ, ഇല്ലെങ്കിൽ അതില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത്, ഫിയർ ഒക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഫിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെൽഫ് വാല്യൂ ഒക്കെ കുറച്ചിട്ട് എന്നെ ഒന്നിനും പറ്റില്ല, എനിക്ക് എല്ലാത്തിനും ഫിയർ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാം. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ക്യാരക്ടർ, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ചില സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പല ആളുകളെ വെച്ചിട്ടുള്ള കമ്പാരിസൺ കാര്യങ്ങൾ കൊണ്ടൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ള എനിക്ക് ഒന്നിനും കഴിയില്ല, എനിക്ക് അത്ര കഴിവൊന്നുമില്ല എന്നൊക്കെയുള്ള ജഡ്ജിമെന്റ് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മളിൽ വന്നിട്ടുള്ള ഒരു ഫിയർ ആയിരിക്കും. അപ്പൊ ഞാനൊരു കഴിയാത്തൊരു കുട്ടിയാണല്ലോ. അപ്പൊ ഈ കഴിവില്ലാത്തൊരു കുട്ടിയാകുമ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നോർമലായിട്ട് ഒരു ഫിയർ വരും. അപ്പോൾ ആ ഒരു ഫിയറിനെ, ഏത് ഫിയർ ആണെങ്കിലും, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് തലത്തിലുള്ള ഫിയർ ഉണ്ട്, ഈ ഫിയർ ഏത് തന്നെയാണെങ്കിലും അതിനൊക്കെ നോർമലായിട്ട് കാണാം. അതൊക്കെ ഈ ഫിയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫിയർ ചെയ്യാതിരിക്കുക, അതിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ ഓക്കെ ആക്കാനും നോർമൽ ആക്കാനും പറ്റും. അപ്പോൾ ആദ്യം ഇതൊക്കെ എന്തോ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ നമ്മളെ താഴ്ത്തി കെട്ടാതെ, നമ്മൾ ഏത് ഇമോഷൻ ആണെങ്കിലും, ഇപ്പൊ ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ ദേഷ്യം വരുമ്പോൾ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ആകെ ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ദേഷ്യം പിടിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ദുനിയാവിൽ വേറൊരാൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല.
നമ്മളാണ് ഏറ്റവും കൂടുതൽ ഏത് ഇമോഷനിൽ പോയാലും ഏത് സിറ്റുവേഷനിൽ നമ്മൾ എത്തിയാലും ഇനി എത്ര ഫിയർ ഉള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മളെ ചേർത്ത് നിർത്തേണ്ടതും നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കേണ്ടത്, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ഒക്കെ നമ്മളാ. അത് മനുഷ്യന്മാർക്കിടയിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നോക്കുന്നതും നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതും നമ്മളാരും അല്ല, നമ്മുടെ റബ്ബാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയും അതുപോലെ എന്ത് ചെയ്യും എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബാണ്, അല്ലെ? ഇനിയിപ്പോ വഫാത്തിന്റെ ആ ഒരു സമയത്ത് പോലും നമ്മളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇനി എന്താ പറയാ, എല്ലാവരും മറന്നു പോകുന്ന നഫ്സി നഫ്സി എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ അതുക്കും മേലെ നമ്മളെ വെക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യം പക്ഷെ ഈ ദുനിയാവിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാതിരിക്കാം. അവർക്കൊന്നും കഴിയില്ല. അവർക്കൊന്നും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അതങ്ങനെയാണ്. ഇനിയിപ്പോ നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്തിട്ട് അവരങ്ങനെ ചെയ്യട്ടെ ഇവരിങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അങ്ങനെയൊക്കെ ഒരു പല എക്സ്പെക്ടേഷനിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണ് എന്ത് ചെയ്യുക, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റുള്ള ആളുകൾക്ക് ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മൾ ഫിയറിൽ നിന്ന് ഓവർകം ചെയ്യിപ്പിക്കാനും ഇങ്ങനെയുള്ള കേസ് കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഇമോഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഹാപ്പിനെസിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ സ്വയം ഏറ്റെടുക്കുക. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ആകുമ്പോഴൊക്കെ നമുക്ക് ഫിയർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, എന്തിനാ ഇപ്പോൾ ഫിയർ, എന്താ കാര്യം, എന്താ, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക. ഒരു ഫിയർ വരുമ്പോൾ ഇത് ഫിയർ ആണെന്ന് അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അത് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനെ കുറച്ചൊരു ഓക്കെ ആക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ ആവശ്യമുണ്ട്. ഇനി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അതിന് മുന്നേ ആയിരിക്കും ഫിയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിന് മുന്നേ ഇങ്ങനെ ഫിയർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുള്ള കാര്യമാണെങ്കിലും അതൊരു വഴി മാത്രമാണ്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ട് എന്താ പറയുക, ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ മനസ്സിലേക്ക് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതായിട്ട് കാണാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നതും അതിനെ ആസ്വദിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പിന്നെ നമുക്കൊരു തവക്കുൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ഒരു എന്നാണ് റബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മളുടെ മരണം കാര്യങ്ങളൊക്കെ, ആ മരണം കാര്യങ്ങളൊക്കെ സംഭവിച്ച ഇല്ലെങ്കിൽ തീരുമാനിച്ച സമയത്ത് അത് എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും അത് നടക്കും, അല്ലെ? അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ വായിക്കുന്നതിലൂടെ നമ്മളിപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു മലയുടെ മുകളിൽ പോയിട്ട് റൂഹിനെ പിടിക്കണത്, ഞാനിപ്പോ ശരിക്കും ആ ഒരു ചരിത്രം ഓർക്കുന്നില്ല. പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്ത് ഇയാൾ മരിക്കും എന്നറിഞ്ഞിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്ന, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മറികടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വതക്കകളൊക്കെ ചെയ്യുന്നതിലൂടെ അതുപോലെ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ദീർഘായുസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്, നമ്മൾ ആക്സിഡന്റ് ആവോ ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ 100% നമ്മൾ ആ ഒരു നല്ലൊരു ഇമോഷനോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഇത്രയും ഇമോഷൻസോട് കൂടിയിട്ട് ചിന്തിക്കുമ്പോൾ അതിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു അതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിയമമായിട്ട് നടക്കുന്നത്. കാരണം നമ്മൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതാണ് അട്രാക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അത്ര ഹൈലി ഇമോഷനായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഹൈലി ഒരു ഇമോഷൻ കൊടുത്തിട്ടാണ് ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫിയറിലേക്കൊക്കെ പോയാലും ഇപ്പൊ മക്കളുടെ കാര്യത്തിലേക്കും അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു കുട്ടി ഒരു 5 മണി ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തുന്നതാണെങ്കിൽ ഇവളൊരു 5:15 ആയിട്ട് എന്ത് പറ്റി, എന്റെ കുട്ടിക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും, അവളെന്താ വൈകുന്നത്, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആകെ പ്രയാസപ്പെട്ട് പിന്നെ ഭയങ്കര ഒരു എന്താ ഇനി ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കൊക്കെ ചിലപ്പോൾ മാറിപ്പോകും. ഇത് നോർമലായിട്ട് നമ്മൾ പെട്ടെന്ന് എന്താണ് ഇത് വൈകുന്നതിന് കാരണം എന്താണ്, നമ്മൾ അതിന് കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് നോർമൽ ആയിട്ടിരിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് ഇനി അതിന് അബ്നോർമൽ ആവണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിന് ഫിയർ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് കാര്യങ്ങൾ എടുത്താൽ മതി, അല്ലെ? അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇനി അങ്ങനെ വന്നാൽ എങ്ങനെയാവും, ഇങ്ങനെ ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് പോകുമ്പോൾ അത് ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്, നമ്മൾ തന്നെ നമ്മളെ പ്രയാസപ്പെടുത്താണ്. അത് വേറെ ആരുമല്ല നമ്മളെ പ്രയാസപ്പെടുത്തുന്നത്. ഇനി ഒരു കുട്ടി 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പൊട്ടിത്തെറിക്കാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നമ്മൾ പ്രയാസപ്പെട്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കാട് കയറി ചിന്തിച്ച് ആകെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് അറിയിക്കും. അപ്പൊ അങ്ങനെയാണ് അവരുടെ ഉള്ളിൽ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവം ഇത് എന്നുള്ള രീതിയിൽ എന്താണ് ഇത്ര ദേഷ്യം എന്നോട് എന്നൊക്കെ ആയിരിക്കും കുട്ടിക്ക് തോന്നുക. ഇത് നമ്മൾ അത്രയും നേരം അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഫിയർ ഉണ്ട്. ഈ ഫിയറിന്റെ ഒക്കെ ഒരു പൊട്ടിത്തെറി, ഒരു സ്ഫോടനമായിരിക്കും ചിലപ്പോൾ നമ്മൾ കുട്ടീനോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. അത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കോൾ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ അതിനെന്താണ് സൊല്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക, ആ ഒരു സൊല്യൂഷനിലേക്ക് ആദ്യം ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കാട് കയറി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകും. ചില ആളുകൾക്ക്
കുട്ടികളൊന്ന് ഫോൺ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഫിയർ ആയിരിക്കും. ശരിക്കും നമ്മുടെ മക്കളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനും. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് അവർക്കൊന്നും അറിയില്ല. അവർക്കൊന്നും അറിയില്ല. അവര് എന്ത് ചെയ്യും? ചിലപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തിന്നും, പ്രാണികൾ എടുത്ത് തിന്നും. അപ്പോൾ എന്താണ് തിന്നേണ്ടത്, എന്താണ് ഉം, കഴിക്കേണ്ടത്, ഇതൊന്നും അവർക്ക് അറിയില്ല. എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത്, ഇതൊന്നും അറിയില്ല അവർക്ക്. അപ്പോൾ ഇപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കലുണ്ട്, നമ്മുടെ മക്കൾക്കൊന്നും അറിയില്ല. എനിക്ക് ചെറിയൊരു കുട്ടി ഉള്ളതുകൊണ്ട് അപ്പൊ അവള് ചിലപ്പോൾ ക്രയോൺസ് ആയിരിക്കും എടുത്തിന്, ചിലപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും എടുത്തിന്. അപ്പൊ അങ്ങനെ അറിയില്ലാത്ത അവരെ ബെസ്റ്റ് ആയിട്ടൊന്ന് ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് നമ്മൾ ഉമ്മമാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ് കൊടുക്കുക, പിന്നെ റബ്ബിലേക്ക് ഏൽപ്പിക്കുക. ഏഹ് എന്താ പറയാ, ഈ ഒരു ദുനിയാവിലേക്ക്, ഇല്ലെങ്കിൽ ഈ ഒരു ആഖിറത്തിലേക്ക്, ഇല്ലെങ്കിൽ ഈ ലോകത്തിന് മുഴുവൻ ഒരു ഉപകാരപ്പെടുന്ന മക്കളാക്കിയിട്ട് വളർത്താൻ എനിക്ക് അതിന് കഴിയില്ല റബ്ബേ. ഞാനൊരു അപൂർണയാണ്. എന്റെ കാര്യങ്ങൾ തന്നെ എല്ലാ കാര്യവും ചെയ്യുന്നത് ആരും എന്റെ റബ്ബ. ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ശ്വാസകോശം പമ്പ് ചെയ്യുന്നുണ്ട്, ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട്, എന്റെ കണ്ണുകൾ ഞാൻ പോലും ഉദ്ദേശിക്കാതെ അനങ്ങുന്നുണ്ട്, എന്റെ കൈകൾ ചലിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. എന്റെ റബ്ബാണ് എന്റെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് നാളെ മുതൽ ഞാൻ എല്ലാ കാര്യവും മാനേജ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമുക്ക് ശ്വാസം എടുക്കണം, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണം, ഈ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങും, ആ ഒരു ഉള്ളിലേക്ക് വയ്ക്കുന്ന ഒരു ജോലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ശബ്ദവും ഇല്ലാതെ നമ്മളിപ്പോ എന്താ മിക്സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം സൗണ്ട് പൊല്യൂഷൻ ആണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലെ നമ്മൾ കഴിക്കുന്ന ചോറാണെങ്കിൽ അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വളരെ നോർമലായിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് നമുക്ക് വേണ്ട ഊർജ്ജവും വേസ്റ്റ് കാര്യങ്ങളായിട്ട് അത് എല്ലാം ഇങ്ങനെ അതിൻ്റെതായ റൂട്ടിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മൊത്തം ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ നിയന്ത്രണം ആകെ ഉള്ളത് ഈ കണ്ണുകളെ എനിക്ക് നിയന്ത്രിക്കാം. എനിക്ക് ആവശ്യമില്ലാത്തൊരു കാഴ്ച കണ്ടാൽ ഈ കണ്ണിനെ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഇതൊന്നും കാണണ്ടെന്ന് തീരുമാനിക്കാം. എന്റെ ചെവിയെ എനിക്ക് നിയന്ത്രിക്കാം, കുറച്ചൊക്കെ നിയന്ത്രിക്കാം. ഒരുപാട് നമുക്ക് സാധിക്കില്ല, കാരണം എത്രത്തോളം നമ്മൾ പൊത്തിപ്പിടിച്ചാലും ഒരു ചില ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറെ ഒക്കെ ഒന്ന് പൊത്തിപ്പിടിച്ചാലും നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ഇനി ചെവിയിൽ അപൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര ഡെസിബിളിന് താഴെയുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല, ഇത്ര ഡെസിബിളിന് മുകളിലുള്ള സൗണ്ട് നമുക്ക് ചെവിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇനി സംസാരിക്കണമെങ്കിൽ പോലും ആ, കുറച്ച് സംസാരിക്കാനുള്ള നമുക്ക് കഴിവുകളുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട്. ഈ പരിമിതമായ കഴിവുകൾ, എന്റെ കൈകളെ ചലിപ്പിക്കാനും കാലുകളെ ചലിപ്പിക്കാനും ഇങ്ങനെയുള്ള പരിമിതമായ കഴിവുകളാണ് നമുക്ക് നമ്മുടെ റബ്ബ് ഉപയോഗിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. പക്ഷേ ഈ പരിമിതികൾ കൊണ്ടും നമ്മുടെ ശാസ്ത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം എന്താ പറയുക നമ്മുടെ ലൈഫിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ശാസ്ത്രം ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഈ കഴിവുകൾ തന്നെ മതി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ. പക്ഷേ എന്താണ് ഈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒക്കെ ലോഡ് ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിൽ തന്നെ ഇത്രത്തോളം കാര്യങ്ങളുടെ ഒരു കപ്പാസിറ്റിയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നടത്തുക, അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക. അതുപോലെ നിസ്കാരം അതിന്റെ ഒക്കെ പ്രാധാന്യത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. റബ്ബിനെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുക, നല്ല നല്ല ചരിത്ര കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അങ്ങനെ അവർക്ക് സ്വയം ദിക്കറും സ്വലാത്തും ഒക്കെ ചെല്ലാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തോ ദിക്റിലേക്ക് സ്വലാത്തിലേക്ക് നിസ്കരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇടങ്ങേറാക്കുന്നതിന് പകരം അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കാതെ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് നല്ല റാഹത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം എന്താണ് വേണ്ടതെന്ന് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇവരിൽ നമ്മളിൽ ഇപ്പോൾ എന്തുണ്ട്, ഒരുപാട് വൂൺസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും ഫിയർ വരുന്നത് നമ്മുടെ പേരൻസിന് അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആവും. അവർ ചിലപ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും, അവർക്ക് നല്ല കഴിവുണ്ട്, അവർക്ക് നല്ല മാർക്കുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് ക്ലീൻ ആക്കണം നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊന്നിനും പറ്റില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫിയർ ഉണ്ടാവും. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഫിയർ ഉണ്ടാവും, ഞാൻ പരിഗണിക്കപ്പെടാത്ത ആളായി പോകുന്നുള്ള ഫിയർ ഉണ്ടാവും. ഇങ്ങനെ ചെറുപ്പത്തിലേ നമുക്കുള്ള വൂൺസ് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഫിയർ വരും. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ പരാജയപ്പെട്ടു പോകുമോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെ പോയിട്ട് നമുക്ക് ഒരുപാട് ഫിയർ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്റ്റക്ക് ആയിരിക്കും. ഒരു മുറിയിൽ ജനൽ വാതിലൊന്നും ഇല്ലാതെ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി നമ്മുടെ മക്കളെങ്കിലും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മക്കൾക്കെങ്കിലും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരന്റിങ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. അവരോട് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മളിലുള്ള ഫിയർ കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച് കൊടുക്കാതെ അവർ കാണുന്ന സോഷ്യൽ മീഡിയാസ് എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക, അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുക. അതുപോലെ അവർക്ക് നല്ല നല്ല ചരിത്ര കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെങ്കിലും ഈ ഫിയർ എന്നുള്ള ആ ഒരു നമുക്ക് ഒരിക്കലും എന്താ പറയാ, ഈ ഒരു ഫിയറിൽ നിന്നൊക്കെ പൂർണ്ണമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ഒന്നും ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നോർമൽ ആയിട്ടുള്ള ഇമോഷനാണ്. പക്ഷെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ട്
ചെയ്തിട്ട് ആകെ അവർ തന്നെ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് അവർ തന്നെ അവരെ വിധി എഴുതുന്ന രീതിയിൽ നമ്മൾ പേരൻസ് അവരോട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നല്ല നല്ല ചരിത്ര കഥകളിലൂടെയും നല്ല നല്ല ഇപ്പോൾ ഈ എന്താ പറയാ ഒരുപാട് നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പല പ്രയാസങ്ങൾ നേരിട്ട് പല ന്യൂനതകൾ പല വൈകല്യത്തോടു കൂടി വന്ന വ്യക്തികൾ അവർ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെയുള്ള സ്റ്റോറീസും അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് അവർ. ഈ ഒരു ലോകത്തിന് ഒരുപാട് നന്മയാവുന്നതൊക്കെ നമുക്ക് കാണണം അല്ലെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ദുആ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ ജീവിതവും ബെറ്റർ ആകാനും അതുപോലെ നമ്മളുടെ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഒരു മുറിവുകളൊക്കെ ഉണങ്ങിയ ഒരാളാണെങ്കിലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെരുമാറാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട് ദുആ എന്ന് പറയുന്നതൊക്കെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു ആയുധം. അപ്പോൾ ഈ ശക്തിയായിട്ടുള്ള ആയുധം നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ അറിയാതെ വളരെ വലിയ കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പോലും അറിയാതെ നമുക്ക് എവിടുന്നോ ഈ ഒരു ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടെയിൻ എന്നാലോ. അപ്പോൾ ഒരു വലിയ പർവ്വതത്തെ മാറ്റാൻ അല്ലെങ്കിൽ നീക്കാൻ ഈ ഫെയ്ത്തിന് പറ്റും. അപ്പൊ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് ഈ ഫെയ്ത്ത്. അപ്പൊ ഈ ഫെയ്ത്ത് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറയണം എന്നുണ്ടെങ്കിൽ ഫിയർ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിൽ നിന്ന് മാറണം മീൻസ് ആ ഒരു ഓരോ ഫിയർ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഫെയ്ത്ത് കൊണ്ട് വിശ്വാസം കൊണ്ട് നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് പറ്റിയാൽ നമ്മൾ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. ഇപ്പോൾ ദുബായിൽ ഒക്കെ ഫസ്റ്റ് ഒരു നല്ല വാറൊക്കെ വന്ന സമയത്ത് യൂസഫ് അലി സാറ് അവിടെ എടുത്തിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസിഷനാണ് യൂസഫ് അലിയെ സാറിനെ എന്ത് ചെയ്തിട്ടുള്ളത് അത്രത്തോളം വളർത്തിയിട്ടുള്ളത് അല്ലെ. അപ്പോൾ പല പ്രയാസങ്ങൾ വന്ന് ഒരുപാട് കമ്പനികളൊക്കെ അടച്ചു പോയ സമയത്തും അദ്ദേഹം എന്ത് ചെയ്തു, ഞാനിവിടെ ഈ ഒരു ഒരു നല്ല ഭരണാധികാരിയാണ്, ഇവിടെ ഒന്നും സംഭവിക്കില്ല, അവിടെ ഇൻവെസ്റ്റ് ചെയ്തൊന്നും ഞാൻ കളയില്ല എന്ന് വിചാരിച്ച് ആ ഒരു ബോൾഡ് ആയിട്ടുള്ള ആ ഒരു തീരുമാനം അവിടെ എടുത്തപ്പോൾ ആ ഭരണാധികാരി തന്നെ ഇത് കാണുകയും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചില ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പ്, ചില ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് ഉയർത്തും, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് ബെറ്റർ ആക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഫിയറിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ആദ്യം തന്നെ ഇതിനെ മനസ്സിലാക്കുക, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇരുട്ടിനൊക്കെ പേടിയുണ്ടെങ്കിൽ എന്തിനിപ്പോൾ ഇരുട്ടിനെ പേടിക്കുക എന്നുള്ള കാര്യം ചിന്തിക്കുക. ഈ ഒരു ഇരുട്ടത്ത് ഇങ്ങനെ പോയിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ ഏറ്റവും കൂടി പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? ചില ആളുകൾക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണെങ്കിൽ ഇപ്പൊ സ്റ്റേജിൽ പോയി നിന്നിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടി പോയി എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു രീതിയിൽ അതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ചിന്തിക്കുന്നതും ഈ ഒരു ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് കാര്യങ്ങൾ പറഞ്ഞു, അതിനെ മനസ്സിലാക്കുകയും അതുപോലെ അതിന് വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കുകയും അതുപോലെ ഇനി പല ഡ്രോമാസിലൂടെ വന്നിട്ടുള്ള ഫിയർ ആണെങ്കിൽ ഡ്രോമാസിന് ജസ്റ്റ് റൈറ്റ് ചെയ്തിട്ട് അതിനെ കളയുന്നതും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫേസ് ചെയ്യാന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ തവക്കുൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഇബാദത്തുകൾ കാര്യങ്ങളും റബ്ബിലേക്ക് അടുക്കുന്നത് മൂലം നമ്മളിൽ ഉണ്ടായി വരുന്ന ഒരു കാര്യം. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക. നമ്മളുടെ പ്രെയർ ടൈം, ദിക്കറുകൾ കാര്യങ്ങൾ അതൊക്കെ കുറച്ച് ലബ്ധത്തിൽ കുറച്ച് ലയനത്തിലൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു താല്പര്യം കാണിക്കാം. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ട്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ല പ്രയാസമാണ്, ഇല്ലെങ്കിൽ ദിക്കറ് സ്വലാത്തൊന്നും ലബ്ധത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനുമായിട്ട് 1 hour കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇൻഷാല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെഷന് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ്, അതിന്റെ ലിങ്ക്, അതിൽ വരുന്ന കാര്യങ്ങൾ, വീഡിയോസ് ഇതൊക്കെ എന്തായാലും അത് ഷെയർ ചെയ്താലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഒരുപാട് എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് മനസ്സിലാക്കി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അതുപോലെ എന്തെങ്കിലും പ്രയാസപ്പെടുന്ന സഹോദരിമാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക. കാരണം ഇതുപോലെ ഒരുപാട് പ്രയാസത്തിലൂടെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ മാനസികമായിട്ട് പല പ്രയാസങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട്, അപ്പോൾ ഇങ്ങനെ ഈ മാനസികമായിട്ട് മെന്റലി ഒട്ടും സ്ട്രോങ് അല്ലാതിരുന്ന ഞാൻ ഈ ഒരു രൂപത്തിലൊക്കെ വന്നിട്ടുള്ളത് ഞാൻ എടുത്ത ഒരുപാട് എഫേർട്ടും ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതുപോലെ പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ വീട്ടിലെ ദൈനംദിന കാര്യങ്ങളിൽ പോലും വീടിന്റെ ഉള്ളറയിൽ പോലും ഫിയർ ആയിട്ടും അതുപോലെ പല ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്താൽ അവർക്ക് വലിയൊരു വെളിച്ചമാവും. അപ്പൊ എന്തായാലും നിങ്ങൾ മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി നമ്മുടെ ഗ്രൂപ്പ് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനത്തെ സജഷൻസ് കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ
ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പക്ഷെ നല്ല ക്ലാസ്സാണ്. എനിക്കിതുപോലെ ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇങ്ങനെ ഒരു ഭയം എപ്പോഴും ഒരു പേടി എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരാളാണ്. പിന്നെ മേമിൻ്റെ പല ക്ലാസ്സുകളും എനിക്ക് ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പലതും എനിക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട പോലെ എനിക്ക് തോന്നലുണ്ട്. പല ക്ലാസ്സുകളും എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഓരോ ക്ലാസ്സും ഒരുപാട് മെച്ചം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ. എന്തായാലും സഹദിയെ ഞാനിപ്പോൾ സെഷൻ വെക്കുമ്പോഴും അതിൽ ജോയിൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം സഹദിയയ്ക്ക് എന്തായാലും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ മാറ്റങ്ങളാണ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, സെഷൻസിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മോട്ടിവേഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാല്ല എന്തായാലും എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് കൂടിയിട്ട് ഇത് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ, ഇൻഷാല്ല. അപ്പോൾ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? റുബീന മാം, അജീത, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? മാഷാ അല്ലാ, അടിപൊളി സെഷൻ ആയിരുന്നു. ഞാൻ അല്പം ഒന്ന് ലേറ്റായി കയറാൻ. അതുപോലെ തന്നെ സോലിയ മിസിന്റെ ഇതിന് മുമ്പുള്ള എല്ലാ സെഷനും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് ഉള്ള സെഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തതെല്ലാം അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ സോലിയ മിസിന്റെ ഓരോ സെഷനും നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായിട്ട് അത്രയും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് സോലിയ മിസ് പറയുന്ന ഓരോ കാര്യങ്ങളും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഓക്കെ, അൽഹംദുലില്ലാ. എന്തായാലും ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അൽഹംദുലില്ലാ. എന്തായാലും കേൾക്കുന്നവർക്കൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു രീതിയിലാക്കി തരട്ടെ നമ്മുടെ വാക്കുകളും കാര്യങ്ങളൊക്കെ, ഇൻഷാല്ലാ. റുബീന മാം ഉണ്ടോ? ഇവിടെ ഉണ്ട് മിസ്സേ. എനിക്ക് കയറാൻ പറ്റില്ല. രാവിലെ മോൾക്ക് ക്ലാസ് ഉണ്ടാവും. ഇന്നങ്ങനെ കുറേ ദിവസം കൂടിയിട്ട് കയറിയത്. മാഷാഅല്ലാ, നല്ല ക്ലാസ് തന്നെ. ഓക്കെ, അൽഹംദുലില്ലാ. എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, പ്രയാസപ്പെടുന്നവരിലേക്കും ഇല്ലെങ്കിൽ ജീവിതം ഒന്ന് മാറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, ഇൻഷാല്ലാ. എന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.